ബുഖാരിയിലും മുസ്ലിമിലും തിർമുദിയിലും നസായിലും തൊബറാനിയിലും ദാറഖൂത്തിനിലും ദാരിമിയിലും ഇബ്നു മാജയിലും ഏതേത് ഹദീസ് ഗ്രന്ഥത്തിന്റെ പേജുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിലെ ഓരോ പേജുകളിലും അൻ അബീ ഹുറൈറത്ത എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഹദീസ് ഉണ്ടാവും. അതിൻ്റെ അർത്ഥം തന്നെ എനിക്ക് ഇസ്തിഗാസയിലൂടെ കിട്ടിയ ഹദീസാണിത്, ഈ ഹദീസ് എനിക്ക് കിട്ടിയത് നിബിധങ്ങളിൽ നിന്ന് എനിക്ക് മെമ്മറിയിൽ നിലനിന്നത് അവിടുത്തെ സഹായം കൊണ്ടാണ് എന്നുകൂടിയാണ് അതിൻ്റെ ഒക്കെ താല്പര്യം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരെ, മുജാഹിദുകാരെ, നിങ്ങൾ ഈ വഹാബികളെ നിങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ തുറന്നേക്കല്ലേ എന്നും അതിന് താല്പര്യമുണ്ട്. തലമുറക്ക് കൊടുക്കാൻ മാത്രം എൻ്റെ മെമ്മറിയിൽ നിന്ന് പ്രശ്നം, അത് മാറ്റി തന്നത് തങ്ങളോട് ഞാൻ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. ഇസ്തിഗാസയിൽ വിശ്വാസമുള്ളവർ മാത്രം വായിച്ചാൽ മതി അൻ അബീ ഹുറൈറത്ത എന്നുകൂടിയുണ്ട്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത നിസ്കരിക്കും. നമുക്കും അതിനൊക്കെ സാധ്യത ഉണ്ട്. എപ്പോൾ വുളു എടുത്താലും ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ നിസ്കരിക്കും. ആ നിസ്കാരത്തിൻ്റെ കൂടെ വുളുവിൻ്റെ സുന്നത്ത് കൂടി എന്ന് കരുതിയാൽ ലഭിക്കുമല്ലോ ആ കൂലി. സെപ്പറേറ്റ് വേറെ നിസ്കരിക്കാനൊന്നും നമുക്ക് തഖ്വ ഈമാനൊന്നും കൂടുതലില്ലെങ്കിലും അങ്ങനെയെങ്കിലും ഒരു നിയത്ത് വെക്കണം. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ തസ്ബീഹ് മാലയിലെ മണികളുടെ എണ്ണം 2000 തസ്ബീഹ് മാല ഉപയോഗിക്കാൻ ബിദ്അത്താണെന്നും അങ്ങനെ എണ്ണം പിടിക്കണ പരിപാടി പാടില്ലെന്നും എന്ന് പറയുന്ന ആൾക്കാർ സുയൂത്തി ഇമാം റഹിമഹുള്ളയുടെ കാലത്തുണ്ടായിരുന്നു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് സുയൂത്തി ഇമാം ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ അബൂ ഹുറൈറ തങ്ങളുടെ ഈ തസ്ബീഹ് മാലയാണ് പ്രധാനമായും തെളിവായി കൊണ്ടുവരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ 2000 × 6 12000 തസ്ബീഹിലും 12000 തസ്ബീഹിലും നാളം. എന്തിനാണ് ഇത്രയും തസ്ബീഹ് ചൊല്ലുന്നത് എന്ന ചോദ്യത്തിന് മഹാന്റെ മറുപടി ഉസബ്ബിഹു ബിഖദ്രി ദംബി. എത്ര തെറ്റ് അബൂ ഹുറൈറ ചെയ്തു പോയത്, ഇതൊക്കെ ഒന്ന് പുറത്ത് കിട്ടണ്ടേ എന്ന്. കണ്ടോ, അള്ളാഹുവിനെ അറിഞ്ഞവർക്കാണ് താഴ്മ ഉണ്ടാവുക. അള്ളാഹുവിനെ അറിയാത്തവർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ചെറിയ ഇബാദത്തിൽ തന്നെ വലിയ വിചാരങ്ങൾ ഉണ്ടാകുന്ന. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് കരയാണ്. അതിന് മഹാനോട് പരിസരത്തുള്ള ആൾക്കാർ ചോദിച്ചു, ഖലീൽ, യാത്ര നീണ്ട യാത്രയല്ലേ പോണത്, കയ്യിൽ കരുത്തു സ്വത്തും ഒന്നും ഇല്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ, വഹ്മിലി സിഖല, ലഗേജ് ഫുള്ളാക്കണേ, ഫൈന സഫര തവീൽ, യാത്ര ഒരു 4-5 നേന്ത്രപ്പഴമുള്ള ഒരു കൊലയും പിന്നെ കുറച്ച് അവലും ഒരു ക്യാനിൽ വെള്ളം ഉണ്ടെങ്കിൽ 1.5 ദിവസത്തേക്ക് ദാറ്റ്സ് ഒപ്പിക്കാം. ഇത് 1.5 ദിവസമൊന്നുമല്ല, കോടിക്കണക്കിന് കൊല്ലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് കൊല്ലം ഉണ്ടായാലും തീരാത്ത കാലം. കോടി എന്ന് അത്രയും കാലം പറഞ്ഞു വിചാരിച്ചോ, എന്നാലും ആ കാലം തീരുമോ? ഈ ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ടുള്ള കാലം നീണ്ട യാത്രയാ മോനെ. അതുകൊണ്ട് ലഗേജ് ഫുള്ളാക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.